സംഗീത വിശ്വനാഥൻ BDJSന്റെ സ്ഥാനാർത്ഥിയാണ് ഇടുക്കിയിൽ NDAക്കായി ഇറങ്ങുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് 2021 ഇടുക്കിയിൽ നിന്ന് NDA ടിക്കറ്റിൽ സംഗീത വിശ്വനാഥ് മത്സരിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ അന്ന് 22% വോട്ട് പിടിച്ച സംഗീത ഇടുക്കിയിലേക്ക് എത്തിയപ്പോൾ അത് 7% കുറഞ്ഞു. SNDP യോഗം വനിതാ സംഘം കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി, BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ ചുമതലകളൊക്കെ വഹിച്ചിട്ടുള്ളയാളാണ് സംഗീത. കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് ഇടുക്കിയിലെ വോട്ട് വിഹിതം നിൽക്കുന്നതെന്ന് നോക്കിയാൽ BJPയുടെ സാവധാനമുള്ളൊരു വളർച്ചയെ ഇടുക്കിയിൽ നമുക്ക് കാണാൻ കഴിയൂ. 2009 വോട്ട് ശതമാനം 3.6 ആയിരുന്നു. 2014 ആകുമ്പോൾ അത് 6.2% 2019 BDJSന് സീറ്റ് കൊടുക്കുന്നത്. അപ്പോൾ വോട്ട് വിഹിതം കൂടുന്നു, 8.6% അതുകൊണ്ട് തന്നെ 10% വോട്ടെങ്കിലും എത്തിക്കുക, അല്ലെങ്കിൽ 10% മറികടക്കുക, അങ്ങനെ ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഇടുക്കിയിൽ NDAക്ക് മുന്നിലുള്ളത്. എന്താണ് സംഗീതയുടെ പ്രതീക്ഷകൾ നോക്കാം. ഇന്ന് മോഡിജിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്ന ആപ്തവാക്യം ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ച്, മോദിജിയുടെ വികസന കാഴ്ചപ്പാടിനെക്കുറിച്ച് ജനങ്ങൾ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. MPയോ അല്ലെങ്കിൽ ഒരു മന്ത്രിയോ ഒന്നുമില്ലാതെ തന്നെ ഇവിടെ ഒരുപാട് വികസനങ്ങൾ മോദിജിയുടെ ഗ്യാരണ്ടി പ്രകാരം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ഇവിടുത്തെ ഓരോ ജനങ്ങളും, അതായത് ഒരു വീട്ടിലെ, ഒരു കുടുംബത്തിലെ ഒരു അംഗത്തിന് എല്ലാ അംഗങ്ങൾക്കും ഒരേപോലെ തന്നെ ഈ സാമൂഹ്യ പദ്ധതികളൊക്കെ അനുഭവിക്കാനായിട്ടുള്ള യോഗമുണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവരെല്ലാം ഇനി വീണ്ടും ഒരു ഭരണം ഇല്ലാതെ തന്നെ ഇത്രയും കാര്യങ്ങൾ അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അവർ എന്തായാലും മോദിജിയുടെ ഒരു കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. സംഗീതയുടെ പ്രതീക്ഷകൾ നമ്മൾ കേട്ടു. ഇടുക്കിയിൽ കരുത്തു തെളിയിക്കാനും നിർണായക വോട്ട് വിഹിതവുമായി സ്വാധീനം വർദ്ധിപ്പിക്കാനുമാണ് NDA ക്യാമ്പ് ശ്രമിക്കുന്നത്. സന്ദീപ് രാജാക്കാടാണ് NDA ക്യാമ്പിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം വരുന്നത്. ഗുഡ് ഈവനിംഗ് സന്ദീപ് രാജാക്കാട്. നമ്മുടെ സംസ്ഥാനത്തെ ആകെയുള്ള 10 വനിതാ സ്ഥാനാർത്ഥികൾ, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നുസ്രത്ത് ജഹാനെ കൂടെ കൂട്ടിയാൽ 10 വനിതാ സ്ഥാനാർത്ഥികൾ, അതിലൊരാൾ ഇടുക്കിയിലാണ്. ഇടുക്കിയിലെ മിടുക്കിയായി മാറുമോ സംഗീത? ഗുഡ് ഈവനിംഗ് സുജയ. ഇടുക്കിയിലെ മിടുക്കിയായി മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സജീവ പ്രവർത്തനത്തിലേക്കാണ് NDA സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലാണ് NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്. എന്നാൽ ആ ഒരു കാലതാമസം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. മറ്റ് പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ പ്രവർത്തകർ സജീവമായിരുന്നു. അതുകൊണ്ട് ഇത്തവണയും തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് സംഗീത വിശ്വനാഥൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇടുക്കിയിൽ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു മുഖമല്ല സംഗീത വിശ്വനാഥൻ. ഏറ്റവും കൂടുതൽ ഈഴവ സമുദായവുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇടുക്കിയിലെത്തുകയും ഇടുക്കിയിലെ ആളുകളുമായി അടുത്തിടപഴകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ 2021 ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് റോഷി അഗസ്റ്റിൻ മത്സരിച്ച് ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിലെ ആളുകൾക്ക് പരിചിതമുള്ള ഒരു മുഖമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ഈഴവ സമുദായവുമായി അടുത്തു നിൽക്കുന്ന, ഏറ്റവും അടുപ്പമുള്ള, കുടുംബങ്ങളുമായി ബന്ധമുള്ള ഒരാൾ എന്നൊക്കെയുള്ളതാണ് ആത്മവിശ്വാസമായി പറയപ്പെടുന്നത്. മുമ്പ് സുജയ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഈ BDJSന്റെ കയ്യിലേക്ക് ഇടുക്കി നിയോജക മണ്ഡലം എത്തുന്ന ഘട്ടം മുതൽ തന്നെ വോട്ട് ഷെയറിങ്ങിൽ വലിയ രീതിയിലുള്ള ഒരു വർധനവുണ്ടാക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കാരണം 2014 അപേക്ഷിച്ച് ഇരട്ടി വോട്ട് ശതമാനം 2019 വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില ആളുകളുടെയൊക്കെ നേരിൽ കാണുകയും അവരുമായിട്ടുള്ള ബന്ധങ്ങൾ പുതുക്കുകയും ചെയ്യുന്നതോടുകൂടി തന്നെ അല്പം കൂടി വർദ്ധിപ്പിക്കുവാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് NDA ക്യാമ്പിന് ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായിരുന്നാലും അത് ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എന്തായിരുന്നാലും ഒരു ഈസിയായ ഒരു മത്സരമായിരിക്കില്ല ഇടുക്കിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. കാരണം ജോയിസ് ജോർജ് 2014 വിജയിക്കുമ്പോൾ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു. എന്നാൽ 2019 ഡീൻ കുര്യാക്കോസ് എത്തുമ്പോൾ 1,71,053 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. ഇത്തവണ ആ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് മണ്ഡലം എത്തിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമ്പോൾ ഈ ഭൂരിപക്ഷം ഒട്ടും കുറയ്ക്കാതെ തന്നെ കേരളത്തിലെ ആകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിജയത്തിലേക്ക് നിലനിർത്തുക എന്നുള്ളത് UDFന്റെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതോടൊപ്പം തന്നെയാണ് NDA സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടിൻ്റെ ഒരു വോട്ട് ശതമാനം വർദ്ധിക്കുന്നു ഇല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക എന്നുള്ള നിലപാട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, വളരെ വേഗത്തിൽ ഇല്ലെങ്കിൽ വളരെ ഈസി ആകുന്ന ഒരു മത്സരമായിരിക്കില്ല ഇടുക്കിയിൽ ഉണ്ടാവുക. ഒപ്പം തന്നെ ഇടുക്കിയിലെ പ്രശ്നങ്ങളൊന്നും തന്നെ 2014 മുതൽ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ജോയിസ് ജോർജും ഡീൻ കുര്യാക്കോസും തമ്മിൽ ഏറ്റുമുട്ടുന്ന 3ാം അംഗമായിരുന്നിട്ട് പോലും അന്ന് നിൽക്കുന്ന വിഷയങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. അത് തന്നെ അവർ പ്രചാരണ ആയുധമാക്കി മാറ്റുകയാണ്, ഇടതുപക്ഷവും വലതുപക്ഷവും. ആ പ്രചാരണ ആയുധത്തെ തന്നെയാണ് NDA ക്യാമ്പ് തുറന്നു കാണിക്കുന്നത്. ഇവിടെ ഒരു അവസരം, ഒരു മാറ്റം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ആ മാറ്റത്തെക്കുറിച്ച് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ഇത്തവണ NDAക്ക് അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് NDA പ്രവർത്തകരുടെ സ്ഥാനാർത്ഥിയുടെയും ഒക്കെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അത്തരത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ ചർച്ച ചെയ്യുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും ഈ കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ഇടുക്കിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഡീൻ കുര്യാക്കോസ് കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതികളെല്ലാം തന്നെ അത് കേന്ദ്ര സർക്കാരിൻ്റെതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലാണ് ഇടുക്കിയിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ വരുവാൻ കാരണം. സെൻട്രൽ റോഡ് ഫണ്ട്, ഒപ്പം തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വികസനം, അങ്ങനെ നിരവധിയായിട്ടുള്ള കേന്ദ്ര വികസന പദ്ധതികളെ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ വികസന പോരായ്മകൾ ഓരോ മേഖലയിലും, പ്രത്യേകിച്ച് ആദിവാസി മേഖലയിൽ അടക്കമുള്ള വികസന പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതെല്ലാം മാറ്റേണ്ടതാണ്. ആ മോദി ഗ്യാരണ്ടിയിൽ നിന്നുകൊണ്ട് കേരളത്തിൽ വലിയൊരു വികസനം ഉണ്ടാകുമ്പോൾ ഇടുക്കിയിൽ അത് പ്രത്യേകിച്ച് പ്രതിഫലിപ്പിക്കുവാൻ കഴിയുക NDAയുടെ ഒരു പ്രതിനിധി ഉണ്ടാകണം എന്നുള്ള പ്രചാരണമാണ് അവർ നടത്തുന്നത്. എന്തായിരുന്നാലും 3 സ്ഥാനാർത്ഥികളും ഒട്ടും വേനൽ ചൂട് കളയാതെയുള്ള തകൃതിയായിട്ടുള്ള പ്രചരണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇടുക്കിയുടെ ചിത്രം വ്യക്തമായി കഴിഞ്ഞു. ആർക്കും മത്സരം ഒരു ചെറുതായി കാണുവാൻ കഴിയില്ല, ഇല്ലെങ്കിൽ വളരെ ഈസിയായി മത്സരിച്ച് വിജയിച്ച് പാർലമെന്റിലേക്ക് പോകുവാൻ കഴിയില്ല. കടുത്ത പോരാട്ടത്തിൽ തന്നെ മുമ്പോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് ഇടുക്കിയുടെ ആകെയുള്ള ഒരു ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുജിയ പറഞ്ഞു. ഓക്കെ.